കൂടുതൽ റിസ്ക് മൂവ്മെൻറ്റ്സ് ആണ് റോബോട്ടിക് സർജറിയിൽ പ്രധാനം. അതുകൊണ്ട് തന്നെ കൈക്കുള്ള വേദനയും ബുദ്ധിമുട്ടുമെല്ലാം റോബോട്ടിക് സർജറി കുറവായിരിക്കും. നമസ്കാരം, ഞാൻ ഡോക്ടർ മനു എൻ, മുത്തൂറ്റ് ഹോസ്പിറ്റൽ കോഴഞ്ചേരിയിലെ ജനറൽ സർജറി വിഭാഗത്തിൽ കൺസൾട്ടൻറ്റ് സർജനാണ്. ജനറൽ സർജറി വിഭാഗത്തിൽ ഏറ്റവും നൂതനമായൊരു ശസ്ത്രക്രിയയാണ് റോബോട്ടിക് ശസ്ത്രക്രിയ. ജനറലായി എല്ലാവർക്കും തോന്നാവുന്ന ഒരു സംശയമാണ് ലാപ്രോസ്കോപ്പിക് സർജറിയും റോബോട്ടിക് സർജറിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നത്. ഏറ്റവും ആദ്യം എനിക്ക് പറയാനുള്ളത് വേദന. അതായത് ഒരു ശസ്ത്രക്രിയ കഴിഞ്ഞാൽ ആ പേഷ്യൻറ്റിന് ഉണ്ടാവാവുന്ന വേദന, അത് ലാപ്രോസ്കോപ്പി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റോബോട്ടിക് സർജറിക്ക് വളരെ കുറവായി അനുഭവപ്പെടുന്നു. അടുത്ത ഏറ്റവും വലിയ വ്യത്യാസം എന്തെന്നാൽ 3D വിഷ്വലൈസേഷൻ എന്നുള്ളതാണ്. അതായത് ലാപ്രോസ്കോപ്പിക് സർജറിയിൽ TV മോണിറ്ററിൽ 2D വിഷ്വലൈസേഷനിലൂടെയാണ് നമ്മൾ സർജറി ചെയ്യുന്നത്. എന്നാൽ റോബോട്ടിക്സിൽ നമുക്ക് 3D വിഷ്വലൈസേഷനായി സർജറി ചെയ്യാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ സർജറിക്കിടയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ്, അതുപോലെ വെസൽസ്, അതായത് രക്തക്കുഴലുകൾ, ഞരമ്പുകൾ എല്ലാം നമുക്ക് സൂക്ഷ്മമായി കണ്ടുകൊണ്ട് ബ്ലീഡിങ്ങും കാര്യങ്ങളും എല്ലാം കുറച്ച് നല്ല വൃത്തിയായി, അഥവാ ബ്ലീഡിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് സർജറി ചെയ്യാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ 3D വിഷ്വലൈസേഷൻ റോബോട്ടിക് സർജറി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്തെന്നാൽ ലാപ്രോസ്കോപ്പി സർജറിയിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർജറീസ്, അതുപോലെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സർജറീസ്, അതായത് ഏറ്റവും കോമൺ ആയിട്ടുള്ളതാണ് പെൽവിക് സർജറീസ്, പ്രോസ്റ്റേറ്റിൻ്റെ സർജറീസ്, വൻകുടലിൻ്റെ സർജറീസ് എന്നിവ. ഇതൊക്കെ റോബോട്ടിക് സർജറിയിലൂടെ നമുക്ക് ഏറ്റവും സിമ്പിളായി തന്നെ ചെയ്യാൻ സാധിക്കുന്നു. ഇതെല്ലാമാണ് ഒരു പേഷ്യൻറ്റിന് ഉണ്ടാവാവുന്ന അഡ്വാൻറ്റേജസ്. അതായത് പേഷ്യൻറ്റിൻ്റെ ആസ്പെക്റ്റിൽ നിന്ന് കാണുമ്പോൾ ഉണ്ടാകാവുന്ന അഡ്വാൻറ്റേജസ് ആണ് ഞാൻ ഇത്രയും നേരം സംസാരിച്ചത്. ഇനി ഈ റോബോട്ടിക് സർജറി കൊണ്ട് സർജൻ ഉണ്ടാകുന്ന അഡ്വാൻറ്റേജസ്, അതായത് ലാപ്രോസ്കോപ്പിയിൽ നമുക്ക് നിന്നുകൊണ്ട് സർജറി ചെയ്യേണ്ടി വരുന്നു. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യേണ്ടത് നമ്മുടെ ഷോൾഡർ ജോയിൻ്റ് ആണ്, അതുപോലെ എൽബോയും. ഈ 2 ജോയിൻ്റാണ് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യേണ്ടി വരിക. അതുകൊണ്ട് തന്നെ ഈ 2 സ്ഥലത്തും നമുക്ക് വേദനയും അനുഭവപ്പെടാൻ ഒക്കെയുള്ള സാധ്യതയുണ്ട്. എന്നാൽ റോബോട്ടിക് സർജറിയിൽ നമുക്ക് ഇരുന്നുകൊണ്ടും നിന്നുകൊണ്ടും സർജറി ചെയ്യാൻ സാധിക്കുന്നു. അതുകൂടാതെ കൂടുതൽ റിസ്ക് മൂവ്മെൻറ്റ്സ് ആണ് റോബോട്ടിക് സർജറിയിൽ പ്രധാനം. അതുകൊണ്ട് തന്നെ കൈക്കുള്ള വേദനയും ബുദ്ധിമുട്ടുമെല്ലാം റോബോട്ടിക് സർജറി കുറവായിരിക്കും. ഇതാണ് സർജൻ്റെ ആസ്പെക്റ്റിൽ കാണുന്ന അഡ്വാൻറ്റേജ്. ഇതുകൊണ്ട് തന്നെ സർജൻ കംഫർട്ടബിളായി ഇരുന്ന് എല്ലാ നൂതന ശസ്ത്രക്രിയകളും വളരെ സിമ്പിളായി ചെയ്യാനും സാധിക്കും. പേഷ്യൻറ്റിനും സർജനും ഈ റോബോട്ടിക് സർജറി കൊണ്ട് വളരെ മികച്ച ഒരു അഡ്വാൻറ്റേജാണ് ഉണ്ടാവുക.